നല്ല മഴയത്ത് വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കുമ്പം എന്തൊക്കെയോ തിന്നാൻ തോന്നും. പക്ഷെ മടി ആലോചിക്കുമ്പം വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനെ മടിയൊക്കെ മാറ്റി പുതിയതെന്താ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ച് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് തലേന്നത്തെ ചോറവിടെ കിടക്കുന്നുണ്ട്. ഈ ചോറിന് ചിലവാക്കും ചെയ്യാലോ. അങ്ങനെ ചോറുണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടത്. വളരെ സിമ്പിളാണ്, എളുപ്പപ്പണിയാണല്ലോ. പിന്നെ നമ്മളൊരു ഹൈലൈറ്റ്. അങ്ങനെ അത് പാൻ എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ടൊന്ന് ചോന്ന് വരുമ്പം അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാലൊന്ന് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടോ. പിന്നെ ഈ പാലൊഴിക്കുമ്പം കാരമലൈസ് ചെയ്ത പഞ്ചസാര ഒക്കെ ഒന്ന് കട്ട പിടിക്കൽ സ്വാഭാവികം. അതൊക്കെ പാല് തിളയ്ക്കുമ്പം നല്ലോണം അലിഞ്ഞങ്ങോട്ട് വന്നോളും. ഇപ്പം കണ്ടില്ലേ, പാലിൻ്റെ ഈ ഒരു കളറിന് തന്നെ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ആ കട്ടൊക്കെ മെൽറ്റായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കിയുള്ള ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ. കണ്ടമാനം ചോറിട്ട് പാനകൾ നിറയ്ക്കരുത് കേട്ടോ, ഒരു മയത്തിലൊക്കെ വേണം. എൻ്റെ കയ്യിൽ കുറേ ചോറൊന്നും ബാക്കിയില്ലേനി, ഒരു പ്ലേറ്റ് ചോറൊക്കെ ഉണ്ട്. ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വലിയ വയറ് നിറയ്ക്കണ പ്ലേറ്റ് ഒന്നുമല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേറ്റ് തന്നെ. ഇനി എന്തൊരു മധുരത്തിൻ്റെ സാധനവും നമ്മളൊന്ന് ബാലൻസ് ചെയ്യാനൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കൂലേ, അതേപോലെ ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചോട്ടെ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ കുത്തിപ്പൊടിച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിവിടെ കിടന്ന് നല്ലോണം അങ്ങനെ തിളച്ചോട്ടോ. അപ്പോൾ ഈ തിളയ്ക്കുന്ന സമയത്താണ് ചോറ് ഫ്രിഡ്ജിലുള്ളത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഒരിത്തിരി ചോറും കൂടി ബാക്കിയോടെ വെക്കുന്നത്. അങ്ങനെ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം അവിടെ കിടന്ന് ഇങ്ങനെ വെട്ടി തിളച്ചോട്ടോ. ആ ചോറിലേക്ക് ഈ പാലും പഞ്ചസാരയും ഒക്കെ ഒന്ന് ഇറങ്ങി ചെന്നോട്ടേനെ. അങ്ങനെ ഇതിലേക്ക് 1 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ വെക്കുകയാണ്. അങ്ങനെ അതിങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. ഒന്നുമല്ല, ഇതിലേക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറവ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് അണ്ടി മുന്തിരിയും കൂടി ഒന്ന് വറവിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടോ. വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അത്രക്ക് അങ്ങോട്ട് ആർഭാടാക്കണ്ടെന്ന് കരുതി ഞാനിതിൽ ഒരുക്കി. അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ടേനി. നല്ല മണമൊക്കെ വരൽ തുടങ്ങിയപ്പം ഹബ്ബ് അങ്ങനെ മെല്ലെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ടേനി. അങ്ങനെ ചൂടാറാൻ പോലും വെയിറ്റ് ചെയ്യാതെ ഞങ്ങൾ 2 പേരും അപ്പം തന്നെ കഴിച്ചിട്ടോ. ഇക്ക വന്നതിന് ശേഷമാണ് പിന്നെ തണുത്തിട്ടുള്ള ടേസ്റ്റ് അറിഞ്ഞത്. പക്ഷേ രണ്ടും കഴിച്ച് നോക്കിയിട്ട് എനിക്കിഷ്ടമായത് തണുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചാൽ സംഭവം ഒന്നുകൂടി ഉഷാറാവും. അപ്പോൾ ഇതാ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ കാണാം. ബൈ.